ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല കറിയാണ്. അതിനുവേണ്ടി വെള്ളക്കടല തലേദിവസം രാത്രി തന്നെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണേ. കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ കുക്കറിലാണ് കടല വേവിച്ചെടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് കടല വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. കടലയുടെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. എനിക്കൊരു 5 വിസിൽ വേണ്ടി വന്നു. കടല കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഞെക്ക് കൊള്ളണം. ഇതിന് ശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് വറുക്കുക. വെളിച്ചെണ്ണയോ മറ്റേത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കിന് ഒരു സവോള സ്ലൈഡ്സ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് വഴന്നു വരണേ. സവോള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി കറിക്ക് മുന്നിൽ നിൽക്കണം. 1 ടീസ്പൂണോളം പിന്നെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടി നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം കളയണം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഇനി ഇതിലേക്ക് ഒഴിക്കാവും. നന്നായിട്ട് തിളപ്പിക്കുക. ഞാൻ കുറച്ച് കടല വേവിച്ചത് അരച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. അത് ഈ കറിക്കൊരു കൊഴുപ്പ് കൊടുക്കും. ഇതിലേക്ക് കരിവേപ്പിലയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ തയ്യാറാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇതിഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.